ഹായ് സുഹൃത്തുക്കളെ, ജാച്ചുവാണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് തല്ല്. നമുക്കിവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മളെല്ലാവരും കടയിൽ നിന്ന് ഉണക്ക് വാങ്ങാറുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ചിലപ്പോൾ അധികം ആൾക്ക് അറിയില്ല. അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലാത്തവർക്ക് വന്നിട്ട് ഈ വീഡിയോ നോക്കി. ഇന്നലെ എന്തായാലും ഞാൻ മീൻ കച്ചവടത്തിന് പോയ സമയത്ത് കുറച്ച് മാന്തൽ ബാക്കിയുണ്ടായിട്ടുണ്ട്. എന്താ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. മാന്തം നമ്മൾ ഇന്നലെ ബാക്കിയായ നങ്ക് ഇതാണ് കേട്ടോ. ചെറിയ നങ്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് നിങ്ങൾക്ക് കാണിക്കാച്ചിട്ടാണ് കേട്ടോ ബാക്കി ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ബക്കറ്റിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലെടുത്തിട്ട് കല്ലുപ്പ് നല്ല വാങ്ങി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഈ അട്ടിക്കട്ടിക്കില്ലെല്ലാം ഇത് ശരിക്കൊന്ന് ലെവലിലിട്ട് കൊടുക്കണം. നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ ഇത് ശരിക്കും ഒരു ചാക്കോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇടുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി വെച്ചിട്ട്. പക്ഷേ ഉണങ്ങി കിട്ടില്ല. ഇതുപോലെ ഷീറ്റോ അങ്ങനത്തെ എൻ്റെ മുകളിലാണെങ്കിൽ വേഗം പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഇതെല്ലാ മീനും നങ്ക് മാത്രമല്ല, മുള്ളന്, നത്തള്, അയിലെല്ലാം ഉണക്കുക. അയില ഉണക്കുമ്പോൾ അതിൻ്റെ കുടൽ കീറിയിട്ട് കുടലെല്ലാം കളഞ്ഞിട്ട് ഉണക്കണം. അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ല് വരും, പുഴു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ചങ്കളെ, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഫുള്ളായിട്ട് ഉണങ്ങിയ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. ചെറിയ ബൾക്കായിട്ട് എവിടെ നിന്നെങ്കിലും മീൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഉണക്കിയെടുക്കുക. നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത്, മീനിന് വില കൂടുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെന്നൊന്ന് ഫോളോ ചെയ്യുക. കൂടെ ഇടുക കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ്